നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ബേപ്പൂർ തീരത്തിനടുത്ത് ചരക്ക് കപ്പലിൽ തീപിടുത്തം. 4 പേരെ കാണാതായി, 5 പേർക്ക് പൊള്ളലേറ്റു. 2 പേരുടെ നില ഗുരുതരം. ക്യാപ്റ്റൻ അടക്കം 18 പേരെ രക്ഷപ്പെടുത്തി. അപകടത്തിൽപ്പെട്ടത് കൊളംബോയിൽ നിന്ന് നവി മുംബൈയിലേക്ക് പോയ സിംഗപ്പൂർ കപ്പൽ. കപ്പലിലെ കണ്ടെയ്നറുകളിൽ തനിയെ തീപിടിക്കുന്ന രാസവസ്തുക്കളും വിഷാംശമുള്ള വസ്തുക്കളും. കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസ കപ്പൽ കമ്പനിക്കെതിരെ കേസ് വേണ്ടെന്ന നിലപാടിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. നഷ്ടപരിഹാരം കിട്ടാനുള്ള നടപടികൾക്ക് മുൻഗണന എന്ന് കേരളം. ആഫ്രിക്കയിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധർ കപ്പലിൽ പരിശോധന തുടങ്ങി. സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെ മറ്റന്നാൾ കോൺഗ്രസിന്റെ പ്രതിഷേധം. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് പരിസമാപ്തി. മിനയിലെ ചെമ്രകളിലെ ചടങ്ങുകൾ പൂർത്തിയാക്കി തീർത്ഥാടകർ മടങ്ങുന്നു. ഗാസയിലേക്കുള്ള സഹായ നൗക തടഞ്ഞ് ഇസ്രായേൽ സേന കപ്പൽ പിടിച്ചെടുത്ത് സമാധാന പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു. ഒരു സഹായ കപ്പലുകളെയും കടത്തിവിടില്ലെന്ന് ഇസ്രായേൽ. പ്രചാരണ ആവേശത്തിൽ നിലമ്പൂർ. പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച സ്ഥാനാർത്ഥികളുടെ പ്രചാരണം. ആരോപണങ്ങളും മറുപടിയുമായി മുന്നണികൾ. മന്ത്രി മുഹമ്മദ് റിയാസ് വോട്ട് പിടിക്കാൻ പണം വിതരണം ചെയ്യുന്നുവെന്ന് PV അൻവർ. കേരള തീരത്തിനടുത്ത് ഉൾക്കടലിൽ ചരക്ക് കപ്പൽ തീപിടുത്തത്തിൽ കാണാതായ 4 ജീവനക്കാർക്കായി തിരച്ചിൽ ഊർജിതം. തീപിടുത്തത്തിൽ പരിക്കേറ്റവരെ ചികിത്സയ്ക്കായി മംഗലാപുരത്തെത്തിക്കും. INS സൂററ്റിലാണ് 18 പേരെയും ചികിത്സയ്ക്കായി കൊണ്ടുവരുന്നത്. അതേസമയം കപ്പലിലെ തീ അണയ്ക്കുവാനുള്ള ശ്രമവും പുരോഗമിക്കുന്നു. കപ്പലിൽ അപകടകരമായ രാസവസ്തുക്കൾ ഉണ്ടെന്നാണ് പ്രാഥമിക വിവരം. അതേസമയം രക്ഷാദൗത്യം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് തുടർ ദൗത്യങ്ങൾ നടക്കുക. അപകടത്തെ തുടർന്ന് ഉണ്ടാകാനിടയുള്ള പാരിസ്ഥിതിക മത്സ്യബന്ധന പ്രശ്നങ്ങളാണ് സംസ്ഥാനം നോക്കുന്നത്. എന്തുകൊണ്ടാണ് തീപിടുത്തം ഉണ്ടായത് എന്ന വിവരം ലഭിച്ചിട്ടില്ല എന്നും മന്ത്രി VN വാസവൻ കോട്ടയത്ത് പറഞ്ഞു. സിംഗപ്പൂർ ബേസ്ഡ് കപ്പൽ, സിംഗപ്പൂരിന്റെ ടായാണ് ആ കപ്പലിലുള്ളത്. കൊളംബോയിൽ നിന്ന് മുംബൈക്ക് പോവുകയായിരുന്നു എന്നാണ് കിട്ടിയ വിവരം. അതിൽ 50 കണ്ടെയ്നറോളം കടലിൽ വീണാൻ വന്നു. തീ പിടിച്ചതാണ് പ്രശ്നം എന്നാണ് പ്രാഥമികമായി കിട്ടിയ വിവരം. ആ വിവരം കിട്ടിയോടെ തന്നെ കോസ്റ്റ് ഗാർഡും നേവിയും രക്ഷാദൗത്യവുമായി കൃത്യമായി ആ പ്രദേശത്തേക്ക് പാഞ്ഞിരുന്നു. ആ രക്ഷാദൗത്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മുടെ തുറമുഖം വിട്ടുകഴിഞ്ഞാൽ കപ്പൽ ചാനലിൽ വരുന്ന ഇത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം. ആ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ കീഴിലാണ് തുടർ ദൗത്യങ്ങളെല്ലാം മുന്നോട്ട് പോവുക. അത് ഏറ്റവും പ്രധാനമായി കോസ്റ്റ് ഗാർഡിന്റെ എല്ലാം നിയന്ത്രണം അവർക്കാണ്, കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം. നേവിയുടെ നമുക്കിങ്ങോട്ട് പാരിസ്ഥിതികമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, സമുദ്രതീരവുമായി ബന്ധപ്പെട്ട് നമുക്ക് മത്സ്യബന്ധനത്തിന് പ്രശ്നം ഉണ്ടാകുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം ജാഗ്രത പാലിച്ചുകൊണ്ട് സംസ്ഥാനം നമ്മൾ മുന്നോട്ട് വരും എന്നുള്ളതാണ്. അതാണ് പൊതുവെ. കേരള തീരത്ത് മുങ്ങിയ കപ്പൽ MSC എൽസ 3യുടെ ഉടമസ്ഥരായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്കെതിരെ ഉടൻ കേസ് വേണ്ട എന്ന നിലപാട് സ്വീകരിച്ച കേരളം. മുഖ്യമന്ത്രിയും ഷിപ്പിംഗ് ഡയറക്ടറുമായി നടന്ന കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. പുറംകടലിൽ മുങ്ങിയ കപ്പലിൽ ആഫ്രിക്കയിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധർ പരിശോധന തുടങ്ങിയിട്ടുണ്ട്. മുങ്ങിയ കണ്ടെയ്നറുകൾ പുറത്തെടുക്കുകയാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി വിഴിഞ്ഞം തുറമുഖവുമായി അടുപ്പമുള്ളവരാണെന്നും ക്രിമിനൽ നടപടികളുമായി മുന്നോട്ടു പോകാതെ ഇൻഷുറൻസ് ക്ലെയിമിന് ശ്രമിക്കാമെന്നുമാണ് തീരുമാനം. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയവുമായി നടത്തിയ കൂടിയാലോചനയിലാണ് ഈ തീരുമാനം. മെയ് 29-നാണ് മുഖ്യമന്ത്രിയും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗും തമ്മിൽ ചർച്ച നടത്തിയത്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഏറ്റവും അധികം കപ്പലുകൾ എത്തുന്നത് MSC കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ്. ആ കമ്പനിയുമായി നിയമപ്രശ്നത്തിലേക്ക് പോയി ബന്ധം വഷളാക്കേണ്ടതില്ല എന്നതിനാൽ ഇൻഷുറൻസ് ക്ലെയിമുമായി മുന്നോട്ട് പോയാൽ മതിയെന്നാണ് സംസ്ഥാനത്തിന്റെ തീരുമാനം. മെയ് 25-ന് മുങ്ങിയ കപ്പലിലുണ്ടായിരുന്ന 640 കണ്ടെയ്നറുകളിൽ 13 എണ്ണത്തിൽ അപകടകരമായ വസ്തുക്കളാണെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അറിയിച്ചിരുന്നു. കാൽസ്യം കാർബൈഡ് നിറച്ച 13 കണ്ടെയ്നറുകളുണ്ട്. ഇതിൽ 5 എണ്ണം ഡെക്കിലും 8 എണ്ണം കപ്പലിനുള്ളിലുമാണ്. ഒഴുകി നടന്ന 100 കണ്ടെയ്നറുകളിൽ 48 എണ്ണം കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം തീരത്തെത്തിയിരുന്നു. 60 കണ്ടെയ്നറുകളിലായി 168 ടൺ പോളിമർ പെല്ലറ്റുകളുണ്ട്. കടലിൽ വീണ കണ്ടെയ്നറുകൾ പൊട്ടി പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയുള്ള അസംസ്കൃത വസ്തുവായ പെല്ലറ്റുകൾ തീരത്തടിഞ്ഞിരുന്നു. ഇതും കടലിലെ ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ ഭീഷണിയാണ്. കപ്പൽ അപകടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു.
ഇപ്പോൾ മുങ്ങിയ കപ്പലിൽ ആഫ്രിക്കയിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധർ പരിശോധനാ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. കണ്ടെയ്നറുകൾ പുറത്തെടുക്കുകയാണ് ലക്ഷ്യം. എണ്ണച്ചോർച്ച പൂർണ്ണമായും അടച്ച ശേഷമായിരിക്കും ഈ നടപടികളിലേക്ക് കടക്കുക. വിഷവസ്തുക്കളടങ്ങിയ കണ്ടെയ്നറുകളും ടൺ കണക്കിന് ഇന്ധനവുമാണ് കടലിന്റെ അടിത്തട്ടിൽ തുടരുന്നത്. ജൂലൈ 3-നകം ഈ പ്രക്രിയ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. അമൃത ന്യൂസ്, കൊച്ചി. MSCയുടെ എൽസ 3 ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ കേസ് എടുക്കേണ്ട എന്ന കേരളത്തിന്റെ തീരുമാനത്തോട് യോജിച്ച് കേന്ദ്ര സർക്കാരും നഷ്ടപരിഹാരം കിട്ടുവാനുള്ള നടപടികൾക്കാണ് ആദ്യ മുൻഗണനയെന്നാണ് കേന്ദ്ര സർക്കാരിന്റെയും നിലപാട്. അതേസമയം അപകടം ഉണ്ടാകുമ്പോൾ സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ കോൺഗ്രസ് ജൂൺ 11 പ്രതിഷേധം സംഘടിപ്പിക്കും. കടലിൽ കണ്ടെയ്നർ മറിഞ്ഞ് പ്ലാസ്റ്റിക് കുമിഞ്ഞുകൂടിയതോടെ പ്രതിസന്ധിയിലായി സംസ്ഥാനത്തെ ടൂറിസം മേഖലയും. ഒപ്പം വ്യാജ പ്രചരണങ്ങൾ കൂടിയായതോടെ കോവളത്തെ റെസ്റ്റോറൻറ്റ് ഉടമകൾക്ക് വരുമാനത്തിൽ വലിയ നഷ്ടമാണ് ഉണ്ടായത്. കണ്ടെയ്നർ മറിഞ്ഞതോടെ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം സംസ്ഥാനത്തെ ടൂറിസം മേഖലയും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. കോവളം തീരത്ത് കുമിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക്കും ഒപ്പം സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പല വ്യാജ പ്രചരണങ്ങളും ടൂറിസം മേഖലയെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. കടലിൽ നിന്നുള്ള മത്സ്യം കഴിക്കുന്നത് കൊണ്ട് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരുമെന്ന പ്രചരണങ്ങൾ മൂലം കോവളത്തെ റെസ്റ്റോറന്റുകളിൽ പലതും ആളുകൾ കയറാതെ ഒഴിഞ്ഞുകിടക്കുകയാണ്. ശരിക്കും ആൾക്കാർക്ക് ഒരു പേടിയായിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞ് പത്രങ്ങളിലും അങ്ങനെയൊക്കെ പറഞ്ഞ് പരത്തിയിട്ടുള്ളതുകൊണ്ട് ഒരു പേടി പോലെ ഉണ്ട്. ബീച്ചിലോട്ട് ഇപ്പോൾ ആരും ഇറങ്ങുന്നില്ല വലുതായിട്ട്. ഈ 2 ദിവസത്തിന് മുമ്പേ കുറച്ച് മാലിന്യങ്ങൾ ഇവിടെ നിന്ന് മാറ്റിയായിരുന്നു. സാധാരണ പ്ലാസ്റ്റിക് എല്ലാം സർക്കാരിൻ്റെ ആൾക്കാർ ഇവിടെ നിന്ന് മാറ്റുന്നുണ്ട്. പിന്നെ മത്സ്യം കഴിക്കലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭീഷണി പോലെ ആൾക്കാരെ പേടിച്ച് കഴിക്കുന്നില്ല. കഴിക്കുന്നവരും ഉണ്ട്, നമ്മളൊക്കെ കഴിക്കുന്നുണ്ട്. നമ്മളിവിടെ ഫ്രഷ് മീൻ കിട്ടുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. പിന്നെ ഇത് ഈ പ്ലാസ്റ്റിക് കഴിച്ച് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞ് പരത്തിയിട്ടുണ്ട് ആൾക്കാർ. പക്ഷേ ഡോക്ടർമാരൊക്കെ പറയുന്നത് വെച്ചാൽ ഒരു കുഴപ്പമില്ല, കഴിക്കാമെന്നാണ് പറയുന്നത്. ഇത് കൂടുതൽ അതായത് ബോയിലായി വേവിക്കുമ്പോൾ ആവിയാൽ ഇതിൻ്റെ വിഷാംശം ഉണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോകും എന്നാണ് പറയണത്. പിന്നെ ഈ ലോക്കൽ ഏരിയയിൽ നമ്മളെ ഹോസ്റ്റൽ ഏരിയയിൽ വരുമ്പോൾ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. അപ്പോൾ വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാർ എന്തൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചാണ് ആൾക്കാരും മീൻ കഴിക്കാൻ താല്പര്യമുള്ളവരുണ്ട്. സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ വിനോദസഞ്ചാരികളിൽ വലിയ കുറവുണ്ട്. എത്തുന്നവരാകട്ടെ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ മൂലം റെസ്റ്റോറന്റുകളിൽ കയറാൻ വലിയ വിമുഖതയും കാണിക്കുന്നുണ്ട്. കണ്ടെയ്നറിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തീരത്തടിഞ്ഞതോടെ മത്സ്യത്തൊഴിലാളികളെ പോലെ തന്നെ ഇവിടത്തെ ടൂറിസം മേഖലയും വലിയ പ്രതിസന്ധിയിലാണ്. അതിനോടൊപ്പം സോഷ്യൽ മീഡിയകളിൽ വരെ ഉയർന്നു പൊങ്ങുന്ന വ്യാജ പ്രചരണങ്ങൾ കൂടിയായതോടെ കോവളത്തെ പല റെസ്റ്റോറന്റുകളുടെയും വരുമാനം ഏകദേശം നിലച്ച മട്ടിലാണ്. ഈ പ്രതിസന്ധിക്ക് പരിഹാരമായാൽ മാത്രമേ ടൂറിസം മേഖലയും പുത്തനുണർവിലേക്ക് തിരിച്ചുവരൂ. ക്യാമറാമാൻ അനിലിനൊപ്പം ആതിര, അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരളത്തിന്റെ ആവശ്യങ്ങൾ വീണ്ടും തള്ളി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കില്ല. കടുവയും ആനയും സംരക്ഷിത പട്ടികയിൽ തുടരും. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്നാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചത്. നിലവിൽ കാട്ടുപന്നികളെ നിയന്ത്രിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളുണ്ട്. കാട്ടുപന്നിയെ കൊല്ലുന്നതിനുള്ള അനുമതിയും നൽകിയിട്ടുണ്ട്. മുനിസിപ്പാലിറ്റികൾക്കടക്കം ഇതിനുള്ള അനുമതിയുണ്ട്. പലരും ഇത് വിനിയോഗിക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടുതൽ ഇളവുകളുടെ ആവശ്യമില്ലെന്നാണ് വനം പരിസ്ഥിതി മന്ത്രാലയം പറയുന്നത്. കൂടാതെ ആന, കടുവ തുടങ്ങിയ മൃഗങ്ങളെ നിയന്ത്രണം കുറഞ്ഞ വിഭാഗമായ ഷെഡ്യൂൾ 2 മാറ്റണമെന്ന കേരളത്തിന്റെ ആവശ്യവും കേന്ദ്രം തള്ളി. സംരക്ഷിത വിഭാഗത്തിൽപ്പെട്ട മൃഗങ്ങളാണ് ആനയും കടുവയും. ഇവയെ ഷെഡ്യൂൾ 2 മാറ്റിയാൽ കൂടുതലായി അവയെ കൊല്ലുന്നതിനുള്ള നടപടിയുണ്ടാകും. അത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നാണ് മന്ത്രാലയം പറയുന്നത്. കുരങ്ങിനെ ഷെഡ്യൂൾ 2 മാറ്റണമെന്ന കേരളത്തിന്റെ ആവശ്യവും പരിഗണിക്കില്ല. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലകളിൽ വന്യജീവി ആക്രമണത്തിന് അവസാനമില്ല. കല്ലേലി എസ്റ്റേറ്റിൽ ജീവനക്കാരന് നേരെ കാട്ടാനയുടെ ആക്രമണമുണ്ടായി. കഴിഞ്ഞ ദിവസം തണ്ണിത്തോട് മേക്കണ്ണത്ത് അജ്ഞാത ജീവി വളർത്തുമൃഗത്തെ കടിച്ചുകൊണ്ടിരുന്നു. മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിക്കുന്നത് മേഖലയിൽ പ്രതിഷേധത്തിന് വഴിവെക്കുകയാണ്. ജീവിക്കാനായുള്ള പോരാട്ടത്തിലാണ് പത്തനംതിട്ട ജില്ലയിലെ മലയോര ജനത. വീടുകളിലും തൊഴിലിടങ്ങളിലും ഇവർ സുരക്ഷിതരല്ല. തിങ്കളാഴ്ച പുലർച്ചെയാണ് കല്ലേലി എസ്റ്റേറ്റിലെ ജീവനക്കാരന് നേരെ കാട്ടാന പാഞ്ഞെടുത്തത്. രാവിലെ ഞാൻ വണ്ടിയായിട്ട് എൻ്റെ കോട്ടേഴ്സിലോട് കയറി വരികയായിരുന്നു. ആ സമയത്ത് എൻ്റെ കോട്ടേഴ്സിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു ആന. അത് ഞാൻ അങ്ങോട്ട് കയറ്റത്തോട്ട് കയറി ചെല്ലുമ്പോൾ അത് ഇറങ്ങി വരികയായിരുന്നു ആന. ഇറങ്ങി ഇങ്ങോട്ട് വരിക, എന്നെ കാണുക, അത് ഇറങ്ങി എൻ്റെ നേരെ വന്നപ്പോഴത്തേക്ക് ഞാൻ ബൈക്ക് അവിടെ ഇട്ടിട്ട് ഞാൻ ഓടിക്കഴിഞ്ഞപ്പോൾ അതെൻ്റെ പുറകിൽ ചിഹ്നം വിളിച്ചുകൊണ്ട് ഓടിക്കഴിഞ്ഞപ്പോൾ എന്നെ പിടിക്കത്തില്ലെന്നുള്ള ദൂരമായപ്പോൾ ഞാൻ പുറകോട്ട് തിരിഞ്ഞ് നോക്കി. അന്നേരം ഞാൻ തലയിലോട്ട് വീഴുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം തണ്ണിത്തോട് മേക്കണ്ണത്ത് വളർത്തുനായയെ അജ്ഞാത മൃഗം ആക്രമിച്ചു കൊന്നിരുന്നു. പുലിയാണെന്ന് നാട്ടുകാരുടെ സംശയത്തെ തുടർന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തുകയും ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വിഷയത്തിൽ ശാശ്വത പരിഹാരമാണ്
പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. പ്രചരണാവേശച്ചൂടിൽ നിലമ്പൂർ. ആരോപണങ്ങളും മറുപടിയുമായി മുന്നണികൾ രംഗത്ത് വരുന്നു. മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ വോട്ട് പിടിക്കാൻ പണം വിതരണം ചെയ്യുന്നു എന്ന ആരോപണവുമായി PV അൻവർ രംഗത്തെത്തി. പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് സ്ഥാനാർത്ഥികളുടെ പ്രചരണം പുരോഗമിക്കുകയാണ്. പ്പുറത്തേക്ക് വ്യക്തിപരമായ ആരോപണങ്ങളും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരികയാണ്. 3 മുന്നണികൾക്കും പുറമെ സ്വതന്ത്രനായി മത്സരിക്കുന്ന PV അൻവർ UDF-നെയും LDF-നെയുമാണ് കടന്നാക്രമിക്കുന്നത്. അതിൽ തന്നെ മുഖ്യമന്ത്രിയെയും മുഹമ്മദ് റിയാസിനെയുമാണ് PV അൻവർ കൂടുതലായി ലക്ഷ്യം വെക്കുന്നത്. റിയാസിന്റെ നേതൃത്വത്തിൽ പാവപ്പെട്ടവരുടെ വോട്ടുകൾ പണം കൊടുത്ത് വാങ്ങുന്നുവെന്നാണ് അൻവറിന്റെ ആരോപണം. ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കും. മരുമോന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസംഘം വലിയ പണച്ചാക്കുമായി 2 ലോറി പണം വന്നു എന്നാണ് കേൾക്കുന്നത്. നിലമ്പൂരിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ കർഷകരെ വിലക്ക് വാങ്ങാമെന്ന് മരുമകനും സംഘവും വിചാരിക്കുന്നുണ്ടെങ്കിൽ മലയോര കുടിയേറ്റ കർഷകർ അത് നേരിടുക തന്നെ ചെയ്യും. അതേസമയം 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് പ്രചാരണം നടത്തുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ ഇന്നത്തെ പര്യടനം അമരമ്പലം പഞ്ചായത്തിലെ അമരമ്പലം സൗത്തിൽ നിന്ന് ആരംഭിച്ചു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. അവിടെയുണ്ടായ ആ സംഭവം വ്യക്തമാക്കുന്നത് അതായിരുന്നു. പക്ഷെ പോലീസ് ശാസ്ത്രീയ അന്വേഷണത്തിലൂടെ യൂത്ത് കോൺഗ്രസ് നേതാവാണ് കൊല നടത്തിയത് എന്ന് തെളിഞ്ഞു. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പര്യടനം മൂത്തേടം പഞ്ചായത്തിൽ ആയിരുന്നു. മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ചുമതല സംസ്ഥാന സർക്കാരിനുണ്ട്, അത് ചെയ്യാൻ കഴിഞ്ഞോ? അപ്പൊ ഈ തകർച്ചയിൽ നിങ്ങൾക്കും പങ്കുണ്ട്. നിങ്ങൾ പറയുന്നത് വികസനം ചർച്ച ചെയ്യാൻ UDF ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പറയുന്ന വികസനത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും ഞങ്ങൾ പുറകോട്ട് പോകുന്നില്ല. പ്രതിപക്ഷ നേതാവിനൊപ്പം ചലച്ചിത്ര താരം ജോയ് മാത്യുവും ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചാരണത്തിൽ പങ്കെടുത്തു. ഉപ്പുവള്ളി, പുതിയ കളം, ചുള്ളിയോട് മേഖലകളിലാണ് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ പര്യടനം. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് മോഹൻ ജോർജിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. തെരഞ്ഞെടുപ്പിന് 10 ദിവസം മാത്രം അവശേഷിക്കുന്നതിനാൽ രാഷ്ട്രീയ ആരോപണങ്ങൾ ഇനി കൂടുതൽ ശക്തമാകും. അമൃത ന്യൂസ്, നിലമ്പൂർ. ഉപതെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് നിലമ്പൂർ മാറുമ്പോൾ കൂടുതൽ ദേശീയ നേതാക്കളെ രംഗത്തിറക്കുകയാണ് കോൺഗ്രസ്. 13-ന് പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ റോഡ് ഷോ നടക്കും. KC വേണുഗോപാലും സാദിഖ് അലി ശിഹാബ് തങ്ങളും ഉൾപ്പെടെയുള്ള പ്രമുഖരും വരും. UDF ഇതിനായി ശക്തമായി പ്രചരണത്തിന് സജീവമാവുകയാണ്. ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി കളം നിറഞ്ഞാണ് UDF-ന്റെ പ്രചാരണം. രാഷ്ട്രീയത്തിനതീതമായി നിൽക്കുന്ന ആളുകളെ കൂടി ഒപ്പം നിർത്താൻ പ്രിയങ്ക ഗാന്ധിയെ പോലുള്ള നേതാക്കളെ UDF രംഗത്തിറക്കുന്നു. പ്രചാരണത്തിന്റെ 3ാം ഘട്ടത്തിൽ കുടുംബയോഗങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. AICC ജനറൽ സെക്രട്ടറിയും വയനാട് MPയുമായ പ്രിയങ്ക ഗാന്ധി 13-ന് നിലമ്പൂരിലെത്തും. വൈകുന്നേരം 3-ന് മൂത്തേടത്തും 4-ന് നിലമ്പൂരിലും റോഡ് ഷോയിൽ പങ്കെടുക്കും. പ്രിയങ്ക ഗാന്ധി എത്തുന്നതോടെ സ്ത്രീ വോട്ടർമാർക്കിടയിൽ കൂടുതൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് മികച്ച വിജയം സമ്മാനിച്ചതിൽ നിർണായക പങ്കുവഹിച്ചത് നിലമ്പൂരാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ 13-നും 16-നും നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തുന്നുണ്ട്. UDF കൺവെൻഷനിൽ നിന്ന് പാണക്കാട്ട് കുടുംബം വിട്ടുനിന്നുവെന്ന ആരോപണങ്ങൾക്കുൾപ്പെടെ അദ്ദേഹം മറുപടി നൽകും. AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ 12-ന് INTUC കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. 13-നും അദ്ദേഹം മണ്ഡലത്തിലുണ്ടാവും. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും വരും ദിവസങ്ങളിൽ മണ്ഡലത്തിലേക്കെത്തും. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ മണ്ഡലം കേന്ദ്രീകരിച്ചാണ് പ്രചാരണ പ്രവർത്തനങ്ങൾ നൽകുന്നത്. വർഗ ബഹുജന സംഘടനാ ഭാരവാഹികളെ കൂടി രംഗത്തിറക്കി തെരഞ്ഞെടുപ്പ് ആവേശം കൂട്ടുകയാണ് കോൺഗ്രസും UDF-ഉം. അമൃത ന്യൂസ്, നിലമ്പൂർ. പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച 15-കാരൻ ആനന്ദു തന്നെയാണ് ഇന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചർച്ചാ വിഷയം. മന്ത്രി OR കേളുവും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും ആനന്ദുവിന്റെ വീട് സന്ദർശിച്ചു. വിഷയം രാഷ്ട്രീയമായി ഉന്നയിച്ചാൽ അതേ രീതിയിൽ പ്രതികരിക്കുമെന്ന് OR കേളു പറഞ്ഞു. അനാവശ്യ വർത്തമാനങ്ങൾ നിർത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. നടന്നത് സ്വാഭാവിക പ്രതിഷേധമെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. എന്തും രാഷ്ട്രീയ വിഷയമാകുന്ന കേരളത്തിൽ 15-കാരന്റെ മരണവും രാഷ്ട്രീയ ആയുധവും പ്രചാരണ വിഷയവുമാവുകയാണ് നിലമ്പൂരിൽ.
ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ബലം കുറഞ്ഞുവെങ്കിലും മുന്നണികൾ പിന്നോട്ടു പോയിട്ടില്ല. അനന്തുവിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച മന്ത്രി OR കേളു കുടുംബത്തിനാവശ്യമായ ധനസഹായങ്ങൾ ഉറപ്പാക്കുമെന്ന് പറഞ്ഞു. വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തിയത് UDF ആണെന്നും അതേ രീതിയിലാണ് മുന്നോട്ടു പോകാൻ തയ്യാറെടുക്കുന്നതെങ്കിൽ LDFും ആ നിലപാട് തന്നെ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതെ, ഇത് രാഷ്ട്രീയപരമായിട്ട് പറയുകയാണെങ്കിൽ ആദ്യം UDF ആണ് ഒരു വിഷയത്തിന് ആധാരമാക്കിയിട്ടുള്ളത്. ഈ വിഷയത്തെ ഞങ്ങൾ ആദ്യം ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അതേസമയം മന്ത്രി എന്ന നിലയിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത പരാമർശമാണ് AK ശശീന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് അനന്തുവിന്റെ വീട്ടിലെത്തിയ ശേഷം പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. വിഷയത്തെ രാഷ്ട്രീയമായി UDF കണ്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇതൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. ഇവർക്കൊക്കെ എന്താ ഒരു ഉദ്ദേശിച്ചത്? എന്ത് രാഷ്ട്രീയം പറഞ്ഞത്? ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഒരു സ്വാഭാവികമായ പ്രതിഷേധം ഉണ്ടാവില്ലേ? സമാന നിലപാട് തന്നെയാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും സ്വീകരിച്ചത്. നിലമ്പൂരിലുണ്ടായത് സ്വാഭാവിക പ്രതികരണമെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ഇതാരെങ്കിലും തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇങ്ങനെ ഇവിടെ കൊണ്ട് കറണ്ട് കണക്ഷൻ കൊടുത്ത് ഇങ്ങനെ ആളുകളെ കൊല്ലാൻ ശ്രമിക്കുമോ? അപ്പം മന്ത്രി പിൻവലിച്ചത് നന്നായി. വാസ്തവത്തിൽ മന്ത്രി മാപ്പ് പറയുക കൂടിയാണ് വേണ്ടത്. രാവിലെ അനന്തുവിന്റെ വീട്ടിലെത്തിയ CPI നേതാവ് പ്രകാശ് ബാബു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി അത്തരം പരാമർശം നടത്തിയതെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്ന് പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ പരിഹരിക്കാത്തത് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അദ്ദേഹത്തിന് അറിയാനൊക്കും. അദ്ദേഹത്തിന് വല്ല ഇൻഫർമേഷൻ ഉണ്ടോ ഇല്ല എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ്. ഏതായാലും മന്ത്രി അയഞ്ഞതോടെ പ്രതിപക്ഷവും അയഞ്ഞു എന്ന സൂചനകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. വിഷയത്തിൽ പ്രതിഷേധിച്ച് LDF പഞ്ചായത്ത് ഓഫീസിലേക്കും UDF KSEB ഓഫീസിലേക്കും BJP വനം വകുപ്പ് ഓഫീസിലേക്കും പ്രതിഷേധ മാർച്ച് നടത്തി. അമൃത ന്യൂസ്, നിലമ്പൂർ. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് പരിസമാപ്തിയായി. മിനയിലെ ജുംറകളിലെ 3 സ്തൂപങ്ങളിൽ 7 വീതമുള്ള കല്ലേറ് കർമ്മങ്ങൾ ഇന്നത്തോടെ എല്ലാ ഹാജിമാരും പൂർത്തിയാക്കി. നിരവധി തീർത്ഥാടകർ ഇന്നലെ തന്നെ കല്ലേറ് കർമ്മങ്ങൾ പൂർത്തിയാക്കി. ബലികർമ്മങ്ങളും മക്കയിൽ കബ പ്രദക്ഷിണവും നടത്തി. സൗദിയിൽ നിന്നുള്ള തീർത്ഥാടകരാണ് മടക്കയാത്ര ആരംഭിച്ചവരിൽ അധികവും. മിനയിൽ നിന്ന് മടങ്ങുന്ന ഹാജിമാർ മക്കയിലെ ഹറം പള്ളിയിൽ എത്തി വിടവാങ്ങൽ തുവാഫ് നിർവഹിച്ച ശേഷം സ്വദേശത്തേക്ക് തിരിക്കും. മദീനയിൽ തീർത്ഥാടനത്തിന് പോകാത്ത മലയാളികൾ ഉൾപ്പെടെയുള്ള ഹാജിമാർ മദീന തീർത്ഥാടനം നിർവഹിച്ച ശേഷമാണ് മടങ്ങുക. അബുദാബിയിൽ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭാഗമായിട്ടുള്ള നഴ്സറികൾ, കിൻഡർ ഗാർട്ടൻ എന്നിവിടങ്ങളിൽ അറബിക് പഠനം നിർബന്ധമാക്കി വിദ്യാഭ്യാസ വകുപ്പ്. ആഴ്ചയിൽ കുറഞ്ഞത് 4 മണിക്കൂർ അറബിക് പഠനത്തിനായി മാറ്റിവെക്കണമെന്നാണ് അബുദാബി വിദ്യാഭ്യാസ വിജ്ഞാന വകുപ്പ് നിർദ്ദേശം നൽകിയത്. ഈ വിദ്യാഭ്യാസ വർഷം മുതൽ നിർദ്ദേശം പ്രാബല്യത്തിൽ വരും. അടുത്ത വർഷത്തോടെ ദിവസവും 5 മണിക്കൂർ അറബിക് പഠനം എന്ന നിലയിൽ ഇത് വർദ്ധിപ്പിക്കുകയും ചെയ്യും. കുട്ടികൾ പഠനം തുടങ്ങുന്ന പ്രായത്തിൽ തന്നെ അറബിക് ഭാഷ കൂടി പരിശീലിക്കുന്നത് ഭാഷാ പഠനത്തെ കൂടുതൽ സഹായിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ബലിപ്പെരുന്നാൾ ദിനത്തിൽ ദുബായ് വിമാനത്താവളത്തിലെ ക്രമീകരണങ്ങൾ പരിശോധിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ സന്ദർശനമുണ്ടായി. യാത്രക്കാർക്ക് മികച്ച സേവനം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ഈദ് ആശംസകൾ നേരാനുമായിട്ടാണ് ഉന്നത ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തിയത്. അവധി ദിനത്തിലും യാത്രക്കാർക്ക് സുഗമമായ യാത്ര ഒരുക്കുന്ന ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കാനും അവരുടെ സേവനങ്ങൾ വിലയിരുത്താനുമായിരുന്നു. GDRFA ദുബായ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മററി, അസിസ്റ്റന്റ് ഡയറക്ടർ മേജർ ജനറൽ ഒബേദ് മുഹേർ ബിൻ സുറൂർ എന്നിവർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിൽ എത്തിയിരുന്നത്. കുവൈറ്റിൽ സെക്കൻഡറി സ്കൂൾ പരീക്ഷ ബുധനാഴ്ച ആരംഭിക്കാനിരിക്കെ സാമ്പിൾ പരീക്ഷാ ചോദ്യങ്ങൾ പ്രസിദ്ധീകരിച്ച 17 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കെതിരെ നിയമ നടപടി. X, ടെലിഗ്രാം, വാട്സപ്പ് എന്നീ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും ആശയക്കുഴപ്പത്തിലാക്കുന്നതുമായ തരത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചതിനെ തുടർന്നാണ് നടപടി. ഈ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ബന്ധപ്പെട്ട സുരക്ഷാ അധികാരികൾക്ക് കൈമാറിയതായി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റിൽ വിദേശ രാജ്യങ്ങളുടെ ദേശീയ പതാകയുടെ ഉപയോഗവും പ്രദർശനവും സംബന്ധിച്ച ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യുന്ന നിയമം കുവൈറ്റ് ഗസറ്റിൽ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചു. ഈ പുതിയ നിയമനിർമ്മാണത്തിൽ രാജ്യത്തിനകത്ത് വിദേശ പതാകകളും
മതപരമോ സാമൂഹികമോ ഗോത്രപരമോ ആയ ചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതനുസരിച്ച് വിദേശ പതാകകൾക്ക് പൊതുവായ നിരോധനമാണുള്ളത്. ആഭ്യന്തരമന്ത്രിയുടെ മുൻകൂർ അനുമതിയില്ലാതെ സാധാരണ ദിവസങ്ങളിലോ അവധി ദിവസങ്ങളിലോ പൊതു അല്ലെങ്കിൽ സ്വകാര്യ ആഘോഷങ്ങളിലോ വിദേശ രാജ്യങ്ങളുടെ ദേശീയ അവധി ദിനങ്ങളിലോ വിദേശ രാജ്യങ്ങളുടെ പതാകകൾ കുവൈറ്റിൻ്റെ അതിർത്തിക്കുള്ളിൽ ഉയർത്തുന്നത് നിരോധിച്ചിരിക്കുകയാണ്. എന്നാൽ കുവൈറ്റിൽ നടക്കുന്ന പ്രാദേശിക അന്താരാഷ്ട്ര കായിക മത്സരങ്ങൾക്ക് ഒരു ഇളവ് നൽകിയിട്ടുണ്ട്. ഈ സമയത്ത് മുൻകൂർ അനുമതിയില്ലാതെ വിദേശ പതാകകൾ പ്രദർശിപ്പിക്കാവുന്നതാണ്. ദുബായ് മെട്രോയുടെ ബ്ലൂ ലൈൻ പദ്ധതിക്ക് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം തറക്കല്ലിട്ടു. ശിലാസ്ഥാപനത്തിൻ്റെ ദൃശ്യങ്ങൾ ദുബായ് മീഡിയ ഓഫീസ് എക്സ് പേജിലൂടെ പങ്കുവച്ചു. പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള MR പ്രോപ്പർട്ടീസ് സ്റ്റേഷൻ്റെ നിർമ്മാണത്തിനും ഷെയ്ഖ് മുഹമ്മദ് അംഗീകാരം നൽകി. നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള മെട്രോ സ്റ്റേഷനാകും ഇത്. 56 ബില്യൺ ദിർഹം മുതൽ മുടക്ക് വരുന്ന ബ്ലൂ ലൈൻ പദ്ധതി പൂർത്തിയാകുമ്പോൾ ദുബായ് മെട്രോയുടെ ആകെ നീളം 78 സ്റ്റേഷനുകൾ ഉൾപ്പെടെ 131 കിലോമീറ്റർ ആകും. 2029 സെപ്റ്റംബർ 9 ദുബായ് മെട്രോ ബ്ലൂ ലൈൻ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കും. OICC മലപ്പുറം ജില്ലാ കമ്മിറ്റി ജിദ്ദയുടെ ആഭിമുഖ്യത്തിൽ മുൻ KPCC പ്രസിഡന്റും രാജ്യസഭാംഗവുമായ തെന്നല ബാലകൃഷ്ണപിള്ളയുടെ വിയോഗത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. ഷറഫിയ OICC ഓഫീസിൽ നടന്ന ചടങ്ങിൽ നാഷണൽ റീജിയണൽ ജില്ലാതലത്തിൽ നിന്നുള്ള നേതാക്കളും പ്രവർത്തകരും സംബന്ധിച്ചു. തെന്നല ബാലകൃഷ്ണപിള്ളയുടെ വിയോഗം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വലിയ ദുഃഖവും കേരളത്തിന് തീരാ നഷ്ടവുമാണെന്ന് അനുശോചന യോഗത്തിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. ഗാസ മുനമ്പിലേക്ക് അവശ്യവസ്തുക്കളുമായി എത്തിയ ഗ്രെറ്റ തുൻബെർഗയുടെ കപ്പൽ ഇസ്രായേൽ സൈന്യം തടഞ്ഞു. പരിസ്ഥിതി പ്രവർത്തക ഗ്രെറ്റ തുൻബെർഗ്, യൂറോപ്യൻ പാർലമെൻറ്റ് അംഗം റിമ ഹസൻ ഉൾപ്പെടെ 12 പേരാണ് കപ്പലിലുണ്ടായിരുന്നത്. കപ്പൽ ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്തു. മെദ്ലിൻ എന്ന കപ്പലാണ് ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്തത്. ഗ്രെറ്റയെയും മറ്റ് സന്നദ്ധ പ്രവർത്തകരെയും തിരിച്ചയക്കുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംഘത്തിൽ ഉൾപ്പെട്ട ശശി തരൂർ മടങ്ങിയെത്തിയതോടെ കോൺഗ്രസിൽ അമർഷം പുകയുന്നു. ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയതായി ശശി തരൂർ എക്സിൽ കുറിച്ചു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിരന്തരമായി സ്തുതിക്കുന്ന തരൂരിനെതിരെ നടപടിയെടുക്കുന്ന കാര്യത്തിലാകട്ടെ കോൺഗ്രസിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. വിലക്കുകൾ മറികടന്നും മോദി സ്തുതി തുടരുന്ന ശശി തരൂരിനെതിരെ നടപടിയെടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം തുടരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംഘത്തിലുണ്ടായിരുന്ന ശശി തരൂർ മടങ്ങിയെത്തിയതോടെ പാർട്ടിക്കുള്ളിൽ അമർഷം പുകയുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംഘത്തിൽ കോൺഗ്രസ് നൽകിയ പട്ടികയിൽ തരൂർ ഇല്ലായിരുന്നു. എന്നാൽ കോൺഗ്രസ് നിലപാട് വകവയ്ക്കാതെ തരൂരിനെ സംഘത്തിൽ ഉൾപ്പെടുത്തിയത് നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ടായിരുന്നു. മടങ്ങിയെത്തിയ ശശി തരൂർ ദൗത്യത്തെ പ്രകീർത്തിച്ചുകൊണ്ട് നിലപാട് എക്സിൽ പങ്കുവച്ചതോടെ വീണ്ടും വിവാദം തലപൊക്കിയിട്ടുണ്ട്. 100 തവണ ജനിച്ചാലും 100 തവണയും രാജ്യത്തിനൊപ്പം നിൽക്കും. എൻ്റെ രാജ്യത്തെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കും. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. സത്യം ലോകത്തിന് മുമ്പിൽ അറിയിക്കാൻ കഴിഞ്ഞെന്നും ശശി തരൂർ എക്സിൽ കുറിച്ചു. പാർട്ടി നിർദ്ദേശം ലംഘിച്ച് പ്രത്യേക സംഘത്തിൻ്റെ ഭാഗമായ ശശി തരൂരിനെതിരെ നടപടി വേണമെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമായി പ്രതികരിക്കാറുള്ള തരൂരിനോട് ഹൈക്കമാൻഡിന് കടുത്ത നീരസമുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ശശി തരൂരിനെതിരെ അച്ചടക്ക നടപടികളൊന്നും ഉണ്ടായേക്കില്ലെന്നാണ് വിവരം. നാഷണൽ ഡെസ്ക്, അമൃത ന്യൂസ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർ ഉറങ്ങുന്ന മണ്ണിൽ കാരുണ്യത്തിൻ്റെ മാതൃകയൊരുക്കി അമൃത വിശ്വവിദ്യാപീഠം. മൃതദേഹങ്ങൾ സംസ്കരിച്ച പുത്തുമലയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ദുരന്തബാധിതർക്കായി മാതാ അമൃതാനന്ദമയി മഠവും അമൃത വിശ്വവിദ്യാപീഠവും സംഘടിപ്പിച്ച തൊഴിൽ പരിശീലന സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. ചൂരൽമലയിലും മുണ്ടക്കയിലും ഒരുമയോടെ ജീവിച്ച നിമിഷയുടെയും സാവത്രിയുടെയും സഫിനയുടെയും എല്ലാം ഉറ്റവരും ബന്ധുക്കളും സുഹൃത്തുക്കളിൽ പലരും ഈ മണ്ണിലാണ് അന്തിയുറങ്ങുന്നത്. നനച്ചിരിക്കാത്ത നേരത്ത് സർവ്വതും നഷ്ടമായ പലർക്കും ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിന് അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ ചേർത്ത് നിർത്തൽ സഹായകരമായിരുന്നു. മൃതദേഹങ്ങൾ അടക്കിയ പ്രദേശം വൃത്തിയാക്കി ചെടികൾ നട്ടുപിടിപ്പിച്ച് അവർ കാരുണ്യയജ്ഞത്തിൽ പങ്കെടുത്തു. ദുരന്തത്തിൽ ഉറ്റവർ നഷ്ടപ്പെട്ട പലരും സ്ഥലത്തെത്തിയപ്പോൾ വിങ്ങിപ്പൊട്ടി.
പിന്നെ ഒരു പ്രാർത്ഥന പോലെയായിരുന്നു അവരുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ. നമുക്ക് സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. അച്ഛനും അമ്മയും അനിയനും അനിയൻ്റെ മോളുമാണ് ഇവിടെ ഉള്ളത്. അവരെ അടുത്ത് വരുന്ന ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഇതിനു മുമ്പായിട്ട് നമ്മൾ അവിടെ ഒരു സങ്കല്പമാണ് ഈ ദുരന്ത മേഖലയിൽ അടക്കം ചെയ്തിട്ടുള്ള സ്ഥലത്ത് വന്നിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്ക് പ്രാർത്ഥന, അതുപോലെ തന്നെ ഇവിടെ ഒരു ശുചീകരണവും നടന്നു. ശ്മശാന ഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത്, ദുരന്ത ഭൂമിയിലാണ് അവരടക്കം ചെയ്തത്. പലരും നമുക്കറിയാം ബോഡി പോലും ഇല്ല, ബോഡി ഉള്ളവരും പലർക്കും ഓർമ്മകൾ അവരുടെ എല്ലാം ഉറ്റവരും ഉടയവരുമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ആദ്യം ഇത് ക്ലീൻ ചെയ്തു, എല്ലാവരും ചേർന്നിട്ട് ക്ലീൻ ചെയ്ത് പിന്നീട് നമ്മളൊരു സമൂഹ പ്രാർത്ഥനയാണ് ഇപ്പോൾ നടന്നത്. അതിൽ എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സമൂഹ പ്രാർത്ഥനയാണ് നടന്നത്. ഇത് വലിയൊരു മാതൃകയാണ് ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത്. എല്ലാ അമ്മയുടെ ഒരു അനുഗ്രഹമായിട്ട് ഇത് തീർച്ചയായിട്ടും കാണുക. അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ നേതൃത്വത്തിൽ ദുരന്തബാധിതർക്ക് ആത്മവിശ്വാസവും ജീവനോപാധിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ തൊഴിൽ അധിഷ്ഠിത കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റ് വിതരണത്തിന്റെ മുന്നോടിയായിരുന്നു ശുചീകരണ പ്രവർത്തനം. അമൃത ന്യൂസ്, വയനാട്. കേരളത്തിലെ സന്യാസ സമൂഹ കൂട്ടായ്മയായ മാർഗദർശക മണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ കേരള തനിമയിലേക്ക് എന്ന സന്ദേശമുയർത്തി സംസ്ഥാനതല ധർമ്മ സന്ദേശയാത്ര നടത്തും. ഒക്ടോബർ 7 മുതൽ 21 വരെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്കാണ് യാത്ര. യാത്രയ്ക്ക് സ്വാഗത സംഘ രൂപീകരണ യോഗം തിരുവനന്തപുരത്ത് ചേരും. ജൂൺ 11 വൈകിട്ട് 5 തിരുവനന്തപുരം ഉദയ പാലസിലാണ് യോഗം. കേരളത്തിലെ മുതിർന്ന സന്യാസ ശ്രേഷ്ഠന്മാരും വിവിധ ആത്മീയ, സാംസ്കാരിക, സാമുദായിക സംഘടനകളുടെ പ്രതിനിധികളും പങ്കെടുക്കും. എല്ലാ സനാതന ധർമ്മ വിശ്വാസികളും സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് വയനാട് മേപ്പാടി മാതാ അമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമി വേദാമൃതാനന്ദപുരി പറഞ്ഞു. ഒക്ടോബർ 7 മുതൽ 14 ദിവസങ്ങളിലായിട്ട് 21 വരെ കേരളത്തിൽ സന്യാസി ധർമ്മരക്ഷായാത്ര സംഭവിക്കുകയാണ്. കേരളത്തിലെ എല്ലാ സമ്പ്രദായങ്ങളിൽപ്പെട്ട സന്യാസിമാരും മഠങ്ങളും ഒക്കെ പങ്കെടുത്തുകൊണ്ട്, എല്ലാ സന്യാസി മഠങ്ങളിലെ ആചാര്യന്മാരും പങ്കെടുത്തുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരു സന്യാസി ധർമ്മ രക്ഷായാത്ര വരികയാണ്. അതിൻ്റെ സ്വാഗതസംഘ രൂപീകരണം തിരുവനന്തപുരം ഉദയ പാലസ് കവടിയാറിൽ വരുന്ന ജൂൺ 11 നടക്കുകയാണ്. വൈകിട്ട് 5 മണിക്ക് ഉദയ പാലസിൽ വെച്ചിട്ടാണ് സംസ്ഥാന തലത്തിലുള്ള സ്വാഗതസംഘ രൂപീകരണം നടക്കുന്നത്. എല്ലാ ആചാര്യന്മാരും പ്രഗത്ഭരായിട്ടുള്ള സന്യാസിമാരും ഒക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ സനാതന ധർമ്മ വിശ്വാസികളും ഈ സ്വാഗതസംഘ രൂപീകരണത്തിൽ പങ്കെടുത്ത് അതിൻ്റെ ഭാഗഭാക്കാകണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം നമ്മുടെ കേരളത്തിൽ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാവിധ ധാർമ്മിക മൂല്യങ്ങളെയും ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു സാമൂഹ്യ സമൂഹത്തിൽ ഒരുപാട് പ്രവണതകൾ വളർന്നു വരികയാണ്. അതുപോലെ മദ്യം, മയക്കുമരുന്ന് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം അതീതമായിട്ട് ചിന്തിക്കാനുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയും ജനങ്ങളെ ഉദ്ബുദ്ധരാക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ധർമ്മത്തെയും മൂല്യങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സന്യാസിമാർ തന്നെ രംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു ധർമ്മരക്ഷാ യാത്രയാണ്. അത് കേരള തനിമയിലേക്ക് എന്നുള്ളൊരു സന്ദേശവുമായിട്ടാണ് വരുന്നത്. അതിൽ എല്ലാവരും പങ്കെടുക്കുക. ഇനി സംസ്ഥാന തലത്തിലെ സ്വാഗതസംഘം കഴിഞ്ഞു കഴിഞ്ഞാൽ ജില്ലാതലത്തിൽ സ്വാഗതസംഘങ്ങളുണ്ടാവും. എല്ലാവരും ജനങ്ങളുടെയും സനാതന ധർമ്മ വിശ്വാസികളുടെയും പങ്കാളിത്തം ഉണ്ടാവണം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ നന്മകളും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.